നമുക്കൊരു അഭിനയമുണ്ട് പെർഫോമൻസിന്റെ സായി കുമാർ അവരൊക്കെ മൺമറഞ്ഞു പോയാണ്. പക്ഷെ നമുക്ക് ഇതിലൂടെ നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. പിന്നെ നമുക്ക് സൂപ്പർ നല്ല വർക്കാണ്, നന്നായിട്ട് നന്നായിട്ടുണ്ട്, കൊള്ളാം. എല്ലാം സൂപ്പർ സൂപ്പർ സൂപ്പർ. 4K കാണാൻ ഒരു രക്ഷയില്ല. തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പർ ആണ്, ഒരു രക്ഷയില്ല. ഒരു മടുപ്പ് തോന്നിക്കത്തില്ല, ഒരു ഫ്രഷ് ആയിട്ട് കാണുന്ന ഫീലാണ്. സൂപ്പർ സൂപ്പർ, എല്ലാവരും സൂപ്പർ. എല്ലാം അടിപൊളിയാ ആസ് യൂഷ്വൽ അടിപൊളിയാ. അതിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല വലിയേട്ടൻ. അടിപൊളിയാ, നല്ല എക്സ്പീരിയൻസാണ്. BGM സ്കോറിംഗ് എല്ലാം നല്ല കൂടിയിട്ടുണ്ട്. എല്ലാത്തിലും നല്ല സ്കോറിംഗ് ഉണ്ട്. അത് തന്നെ റീമാസ്റ്റേർഡ് ആണ് ഫുള്ളും. അടിപൊളിയാ, നല്ല എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 4K ആയപ്പോൾ കുറച്ചുകൂടി കിടിലായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ പടം. അതെ തിയേറ്ററിൽ നിന്ന് കണ്ട വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സൂപ്പർ പടം. ക്വാളിറ്റിയും ക്ലാരിറ്റി എല്ലാം ഉണ്ട്. വീണ്ടും കണ്ടൊരു സന്തോഷം. അത്ര അടിപൊളി സിനിമയാണ്. എടുത്തു പറയേണ്ട മേക്കിംഗ് എല്ലാം കൊള്ളായിരുന്നു. അപ്പം ഡോൾബി കുറച്ച് ക്ലാരിറ്റി ഉണ്ടായിരുന്നു, കാണായിരുന്നു. പിന്നെ മമ്മൂക്ക് ഓഫ് കോഴ്സ് സ്ക്രീൻ പ്രസൻസ് കിടലായിരുന്നു. പഞ്ഞ ഫീലില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ചെറിയ സീനൊക്കെ ഡോൾബി സൗണ്ട് എല്ലാം പക്കയാക്കിയിട്ടുണ്ട്. എല്ലാം നല്ല കിടലായിരുന്നു. നല്ല പടം, നല്ലതായിരുന്നു. ഇതിന് നേരത്തെ ഉള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പക്ഷെ അതിനേക്കാളും നല്ല ക്ലാരിറ്റി ഉണ്ട്. ഇതിന് ക്ലാരിറ്റിയെ കുറിച്ച് തന്നെ പറയാനുള്ളൂ. അന്ന് കണ്ടതിനേക്കാളും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ പഴയ പണ്ട് തൊട്ടേ നമ്മൾ കണ്ട് അത്രത്തോളം വീണ്ടും വീണ്ടും കാണുന്നതാണല്ലോ തിയേറ്റർ സിനിമ ഇതിൽ വരുമ്പം. കൈർലി TVയിലാണെങ്കിലും ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ക്രൗഡിന്റെ കൂടെ ഇരുന്ന് നമ്മൾ തിയേറ്ററിൽ, അത് നല്ലൊരു തിയേറ്ററിൽ നല്ല റീമാസ്റ്റർ കാണുമ്പോൾ ഡെഫിനറ്റ്ലി വർത്ത് ആൻ എക്സ്പീരിയൻസ്. ഡെഫിനറ്റ്ലി ഞാൻ ആക്ച്വലി ഇപ്പൊ ഈയിടെ കുറെ കാലത്തിന് ശേഷമാണ് ഇന്ന് കാണുന്നത്. സോ ആ ഒരു ഫ്രഷ്നെസ്സും മമ്മൂട്ടിയെയും എല്ലാവരെയും ആ ഒരു അന്നത്തെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലൊക്കെ നമ്മൾ അന്ന് എൻജോയ് ചെയ്തിരുന്നതല്ലേ. എല്ലാം അതാണ് റീമാസ്റ്റർ ക്വാളിറ്റി സൂപ്പറാണ് ആക്ച്വലി. സിനിമ വരുന്ന കേട്ടോ, സൗണ്ട് ഫൈറ്റ് എല്ലാം ഒന്നും പറയാനില്ല. നമ്മൾ ഈ TV കാണുന്നതൊക്കെ തന്നെ അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ഓടും. സൗണ്ട് ക്വാളിറ്റി പഴയൊന്നുമല്ല, ഇപ്പോഴത്തെ മികച്ച രീതിയിൽ. BGMലൊക്കെ ഒത്തിരി മാറ്റം വരുത്തിയിട്ടുണ്ട്. കൊള്ള അടിപൊളി സിനിമ, ഒന്നും പറയാനില്ല. ഒരു ബോറിംഗ് ഇല്ല, നമുക്ക് എത്ര കണ്ടാലും മതിയാവൂല. ഇല്ലില്ല, ഒന്നും ചെയ്തിട്ടില്ല, അടിപൊളി. എല്ലാവരും അടിപൊളി. മമ്മൂക്കാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളത്. 4K ഇപ്പോഴത്തെ നമ്മൾ ഇപ്പം ഇറക്കുകയാണെങ്കിൽ ഈ പടം ടെക്നിക്കല് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നെല്ലാം സൗണ്ടൊക്കെ നല്ല അറ്റ്മോസ്ഫിയർ ഇവിടെ തന്നെ കാണണം. എന്നാലും അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നല്ല കിട്ടുള്ളൂ. അപ്പോൾ അല്ല അല്ല ഒരുപാട് പ്രാവശ്യം കൈരളിയിൽ കണ്ടിട്ടുണ്ട്, യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. യൂട്യൂബിൽ ഇപ്പോൾ കുറേ ദിവസമായി ഡിലീറ്റ് ആക്കാൻ തോന്നുന്നു എനിക്ക്. ഞാൻ ഇടയ്ക്ക് കയറി നോക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ അങ്ങനെ കാണാറില്ല. പക്ഷേ ഇപ്പോൾ സന്തോഷം. ഞാൻ തിയേറ്ററിൽ പണ്ട് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ TVയിൽ കാണുന്നതും തിയേറ്ററിൽ കാണുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതിൻ്റെതായ. അപ്പം തിയേറ്ററിൽ കണ്ടപ്പോൾ പുതിയൊരു അനുഭൂതി തോന്നി. ഒരു പുതിയ സിനിമ കാണും പോലെ തന്നെയാണ് തോന്നിയത്. വേറെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തോ പുഷ്പയ്ക്ക് ഇല്ല, അങ്ങനെയൊന്നും ആവാൻ തോന്നില്ല. ഇത് റീ റിലീസ് പടമല്ലേ, അപ്പോൾ അതിൻ്റെതായ ഇത് കാണും. പുഷ്പ അത് വേറെ അല്ലേ.